ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ വല്ലപ്പോഴും സീരിയസ് ആയിട്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ നോക്കിയിട്ടുണ്ടോ? നോക്കിയ ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ഔസേപ്പിതാവിൽ നിങ്ങളുടെ അപ്പൻ്റെ, നിങ്ങളുടെ ഡാഡിയുടെ മുഖം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ അപ്പന്മാരുടെയും തിരുനാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അപ്പന്മാർക്കും എൻ്റെ തിരുനാൾ ആശംസകൾ. സുവിശേഷം ഒട്ടും നീതി കാണിക്കാത്തൊരു മനുഷ്യനാണ് വിശുദ്ധ ഔസേപ്പിതാവ് എന്ന് ഞാൻ പറയും. സുവിശേഷത്തിൽ എഴുതാൻ മറന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കിയതുമായ ഒരു ജീവിതകഥയാണ് ഔസേപ്പിതാവിൻ്റേത്. ഔസേപ്പിതാവ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. എന്നിട്ടും ആ പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതം ശാന്തതയോടെ, പൂർണ്ണ മനസ്സോടെ, ആരോടും പരിഭവം പറയാതെ, ആരെയും പഴിചാരാതെ, ആരെയും അറിയിക്കാതെ ആ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഒരപ്പൻ എങ്ങനെയാകണമെന്നും എന്താകണമെന്നും വിശുദ്ധ ഔസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവ് ജീവിച്ചു, മരിച്ചു. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും സ്വന്തം ജീവിതത്തിന് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവൻ്റെ പേരാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് എന്ന വാക്കിനർത്ഥം വളർത്തുന്നവൻ എന്നാണ്. വളർത്തുന്നവരൊക്കെ വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവരും കരയുന്നവരൊക്കെയാണ്. വിശുദ്ധ ഔസേപ്പിതാവ് എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടാകുമോ? ബൈബിള് ഒന്നും തന്നെ പറയണില്ല. എങ്കിലും എനിക്ക് ഉറപ്പാണ്, സങ്കടത്തിൻ്റെ വലിയ കടലിൽ, ആകുലതയുടെ വലിയ നിമിഷങ്ങളിൽ, തൻ്റെ ഭാര്യ പ്രസവിക്കാനാകുമ്പോൾ കാലിത്തൊഴുത്ത് പോലും കെട്ടാതെ വരുമ്പോൾ ആ മനുഷ്യൻ കരഞ്ഞിട്ടുണ്ടാകും, പൊട്ടി കരഞ്ഞിട്ടുണ്ടാകും. ഞാനൊരു ചോദ്യം വെറുതെ ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പപ്പ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം, അല്ലേ? പക്ഷെ നിങ്ങളുടെ അമ്മയോട് അല്ലെങ്കിൽ മമ്മിയോടൊന്ന് ചോദിച്ചു നോക്കണം, പപ്പ എത്ര വട്ടം സങ്കടങ്ങളുടെ സമയങ്ങളിൽ കരഞ്ഞിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞു തരും. ഈ അടുത്ത ദിവസങ്ങളിൽ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവ്യൂ നടത്തി. ഈ ടീനേജേഴ്സ് പ്രായം എന്നൊക്കെ പറയണത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയും എല്ലാത്തിനെയും അപ്പുറത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു പ്രായമാണ്. ടീനേജേഴ്സിൻ്റെ ഇടയിലുള്ള ചോദ്യം ഇതായിരുന്നു: നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? കൂടുതൽ പേരും എഴുതിയ ഉത്തരം അമ്മ എന്നാണ്. എന്തുകൊണ്ട് അമ്മയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: അമ്മ ഭയങ്കര ലവബിളാണ്, അപ്പൻ ഒട്ടും ലവബിളല്ല. അമ്മയോട് കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് സാധിക്കും, അപ്പനോട് കമ്മ്യൂണിക്കേഷൻ ഒട്ടും സാധിക്കുകയില്ല. അമ്മ എപ്പോഴും ചേർത്ത് പിടിക്കും, അപ്പ കർശനക്കാരനും കർക്കശക്കാരനുമാണ്, പണിഷ് ചെയ്യുന്നവനാണ്. നമ്മുടെ വീടുകളിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പനും അമ്മയെക്കുറിച്ചുള്ള ചിത്രം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിലെ അമ്മമാരെക്കാൾ കൂടുതൽ പാവങ്ങൾ അപ്പന്മാർ തന്നെയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചാൽ ഉടനെ തന്നെ അമ്മ പറയണൊരു വാചകമുണ്ട്: അപ്പം വരട്ടടാ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന്. ഇനി അപ്പം വന്നാലോ, ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അമ്മ തന്നെയാണ്. എന്നിട്ട് അപ്പം നമ്മളോട് ദേഷ്യപ്പെടും, നമ്മളെ തല്ലുകയും ചെയ്യും ചിലപ്പോൾ. അപ്പോൾ ഈ തല്ല് വരുമ്പോൾ തല്ലിന്ന് തടയിക്കാനായിട്ട് നിൽക്കുന്നതും അമ്മ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തല്ലുകൊണ്ട് വേദന കൂടിപ്പോയാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നതും അമ്മ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു പ്രശ്നമുണ്ട്. കാരണം അമ്മയാണ് പറഞ്ഞ് അപ്പനെ കൊണ്ട് തല്ലിപ്പിക്കുന്നത്. പക്ഷേ അമ്മ പിന്നീട് ഈ മകനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പനൊരു കർശനക്കാരനും ഒരു പണിഷ് ചെയ്യുന്ന ഒരാളുമായിട്ടൊക്കെ വളരുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ വേദന കൊണ്ട് കിടന്നുറങ്ങുമ്പോൾ രാത്രി അപ്പൻ അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്: ഞാൻ വൈകുന്നേരം കൊച്ചിനെ തല്ലിയപ്പോൾ അവൻ ഒരുപാട് വേദനിച്ചു. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിൻ്റെ പേരാണ് അപ്പൻ, പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് അമ്മ. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കഞ്ചാവ് കേസിൽ പെട്ടുപോയ ഒരു മകൻ്റെ അപ്പനും അമ്മയും എന്നെ കാണാൻ വന്നു. അപ്പം അമ്മ പറയുക, അപ്പന് കുറേ നാളായിട്ട് ഉറക്കമില്ല. കാരണമന്വേഷിച്ച് എങ്ങോട്ടും പോകണ്ട, കഞ്ചാവ് കേസ് കഴിഞ്ഞിട്ട് മാസങ്ങളായി. കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മകനും അമ്മയും എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ടപ്പന് രാത്രി ഉറങ്ങാൻ പറ്റണില്ല. അദ്ദേഹം മകനെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെടുകയാണ്.
ഈ ആകുലപ്പെടുന്ന ഒരപ്പൻ്റെ ചിത്രം എല്ലാ വീടുകളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൻ ആരാണ് എന്ന ചോദ്യത്തിന് അമ്മയെക്കുറിച്ച്, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുമ്പോഴും അപ്പനെന്ന തണൽ വൃക്ഷത്തിൻ്റെ താഴെയാണ് ഓരോ മനുഷ്യനും വളരുന്നതും എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്, ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ എൻ്റെ അപ്പനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൻ എന്തു പറയുമ്പോഴും ഞാൻ അനുസരിക്കാറില്ല. അപ്പോൾ അപ്പൻ എന്നോട് എപ്പോഴും പറയും, മോനെ, നിനക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ നീ ഒരു അപ്പനാകണം. ഇന്നെൻ്റെ പപ്പ മരിച്ചുപോയി. എനിക്ക് 2 മക്കളുണ്ട് അച്ഛാ. അന്ന് അപ്പ പറഞ്ഞ കാര്യം ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരപ്പന് മാത്രമേ അപ്പൻ്റെ സങ്കടവും ആകുലതയും മനസ്സിലാക്കിയുള്ളൂ. ഞാൻ എൻ്റെ വൈദിക ജീവിതത്തിൽ വയസ്സാം കാലഘട്ടത്തിൽ അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് പരിഭവങ്ങൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. മക്കൾ നന്നായിട്ട് നോക്കണില്ല, മക്കൾ ഉപദ്രവിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ ഒരുപാട് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇത്രയും പൗരോഹിത്യ ജീവിതത്തിൻ്റെ 14 വർഷങ്ങൾക്കിടയിൽ ഒരപ്പനും മക്കൾ നോക്കാത്തതിനെക്കുറിച്ചോ മക്കൾ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചോ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. കംപ്ലൈൻറ്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, സങ്കടം ഇല്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ അവരങ്ങനെയാണ്. അതിൻ്റെ പേരാണ് അപ്പൻ എന്ന് പറയണത്. അവരെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ്. ഞാൻ വെറുതെ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് വസ്ത്രങ്ങൾ ഷെൽഫിലുള്ളത് ആരുടെയാണ്? നിങ്ങളുടെ അപ്പൻ്റെ ആയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കുറവ് പാദരക്ഷകളുള്ളത് ആർക്കാണ്? നിങ്ങളുടെ പപ്പയ്ക്കായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും വില കുറഞ്ഞ ഫോൺ ആരുടെ കയ്യിലായിരിക്കും? നിങ്ങളുടെ പപ്പയുടെ കയ്യിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒന്നും പ്രകടിപ്പിക്കാതെ ഒരു തണൽ വൃക്ഷം പോലെ വളർന്ന് അവസാനം എങ്ങുമില്ലാതായിത്തീരുന്ന ചില ജീവിതങ്ങളാണ് ചില അപ്പന്മാരുടേത്. ഞാൻ സംസാരിക്കുന്നതൊക്കെ മാതൃകാപരമായിട്ട് ഔസേപ്പിതാവിൻ്റെ നിഴലുള്ള അപ്പന്മാരെക്കുറിച്ചാണ്. ദുർമാതൃക കാണിക്കുന്ന അപ്പന്മാരെ ഈ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. ഇന്ന് ഈ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു ഹോംവർക്കാണ്. നിങ്ങളുടെ അപ്പൻ്റെ അടുത്ത് ചെന്ന് ഒരു സമ്മാനമൊക്കെ ആയിട്ട് ചെന്ന് നിങ്ങളുടെ അപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയണം, അപ്പ, അപ്പൻ്റെ മുഖത്ത് ഞങ്ങൾ ഔസേപ്പിതാവിനെ കാണും. എന്നിട്ട് ആ 2 കവിളിലും ചുംബിച്ചിട്ട് പറയണം, അപ്പ, വി ലവ് യു. തിരുനാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു.